ഈ കാണുന്ന സാധനം കണ്ടോ? ഇത് കണ്ടിട്ട് പല ആൾക്കാരും വിവോയുടെ V27 Pro 5G മേടിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഫോൺ മേടിക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് 7 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ പെട്ടിക്കകത്ത് നിങ്ങൾക്ക് വിവോ V27 Pro സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്, അതിലിടാൻ പറ്റുന്ന ഒരു കേസ് കിട്ടുന്നുണ്ട്, പേപ്പർ വർക്ക്സ് ഉണ്ട്, അതേപോലെ തന്നെ സിം എജക്ടർ ടൂൾ ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഥവാ ഫ്ലാഷ് ചാർജിങ് ബ്രിക്ക് ലഭിക്കുന്നുണ്ട്. കൂടെ നിങ്ങൾക്കൊരു USB Type-C കേബിളും കൂടെയാണ് കിട്ടുന്നത്. നിങ്ങളൊരു 120 ഹെർട്സിൻ്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിവോ V27 Proയുടെ ഡിസ്പ്ലേ അടിപൊളിയാണ്. അതായത് കളർ കാലിബ്രേഷൻ മാത്രമല്ല, ആ ഒരു സ്മൂത്ത്നെസ് ആയിക്കോട്ടെ, ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വാട്ടർഫോൾ പോലത്തെ ഒരു ഫീൽ വരും, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്ന കാണാനായിട്ട്. മൊത്തത്തിൽ ഈ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കും എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് വിവോ ഇതിനെ സ്പോട്ട്ലൈറ്റ് ഫോൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ആഹാ ഇത് ഏതാ ഫോൺ എന്ന ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. ആക്ച്വലി ഇതിൻ്റെ തിക്നെസ് പറയുകയാണെങ്കിൽ 7.4 അല്ലെങ്കിൽ 7.36 മില്ലിമീറ്റർ ആണ്. എന്നാൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ടോ, ഈ ഒരു ചെറിയ ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 2.3 മില്ലിമീറ്റർ മാത്രമാണുള്ളത്. സോ ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഫോണായിട്ട് തോന്നും, ഈവൻ കയ്യിൽ പിടിക്കുമ്പോൾ പോലും സ്ലിം ആയിട്ടുള്ള ഫോണായിട്ട് തോന്നും. ആൻഡ് ഇതൊരു 6.78 ഇഞ്ചിൻ്റെ വളരെ വലിയ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് മുകളിലായിട്ട് പ്രൊഫഷണൽ പോർട്രേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറയാം. ഒരു സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്, റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഉണ്ട്, താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ല് USB Type-C സിം ട്രേ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല. ആൻഡ് ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമറ മൊഡ്യൂൾ ഈക്വലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള 3 ക്യാമറാസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഓറ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഓറ ലൈറ്റ്? പ്ലസ് ഈ ഒരു ബാക്കിൽ കാണുന്ന വിവോ ബ്രാൻഡിങ്ങും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ 6ാമത്തെ കാര്യം പറയാം. ഇത് ആക്ച്വലി ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള ഫോൺ അല്ല. ഈ ഫോൺ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് വെയിലടിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഡാർക്ക് ബ്ലൂ കളറിലേക്ക് മാറും. ശരിക്കും ഈ ഒരു വെയിൽ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഷിമ്മറിങ് എഫക്റ്റ്, അതായത് ആ ഫോൺ തന്നെയാണോ ഈ ഫോൺ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കളർ ചേഞ്ചിങ് ബാക്കുള്ള ഫോണാണ് ഈ ഒരു വിവോ V27 Pro. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു കാര്യം പറയാം, നിങ്ങളൊരു കളർ ചേഞ്ചിങ് ഫോണാണ് വാങ്ങിക്കുന്നതെങ്കിൽ കൂട്ടുകാരൊക്കെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ കളർ ചേഞ്ചിങ് ആണ് എന്ന് പറയുമ്പോൾ എന്തായാലും ആൾക്കാർ ഒന്ന് വെയിലത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആൻഡ് ഈ കളറിൻ്റെ പേരും മാജിക് ബ്ലൂ എന്നാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്, ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളത്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബാക്കിൽ കാണുന്ന ക്യാമറാസിൽ പ്രൈമറി ക്യാമറ ഒരു 50 മെഗാ പിക്സലിലെ സോണി IMX766V സെൻസറാണ്. 766V സെൻസർ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടെ കിട്ടുന്നുണ്ട്. ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലെടുത്തിരിക്കുന്ന ഫോട്ടോസാണിത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ ഫോണിൽ നിങ്ങൾക്ക് 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഷേക്കും കാര്യങ്ങളെല്ലാം ഡ്രാസ്റ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത് നൈറ്റ് മോഡിൽ നൈറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്താണ്. കൂടാതെ ഇതിനകത്ത് റിയൽ ടൈം നൈറ്റ് പ്രിവ്യൂ ഉണ്ട്. നൈറ്റ് മോഡ് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കൂരാക്കൂരിട്ടിൽ എന്തായിരിക്കും ഫോട്ടോ എടുത്താൽ കാണുന്നത് എന്നുള്ളത് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ കൂരാക്കൂരിട്ടിൽ എന്തായിരിക്കും ഫോട്ടോ എന്ന് ചിന്തിക്കാതെ നമുക്ക് ഓക്കെ ഇതായിരിക്കും ഫോട്ടോ എന്ന് ചിന്തിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് വരുന്നത് ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പ്രൈമറി ക്യാമറയിൽ നിന്ന് അൾട്രാ വൈഡിലേക്ക് വരുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കളർ ഡിഫറൻസ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസും എടുക്കാൻ പറ്റുന്നുണ്ട്. ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാക്രോ ക്യാമറ യൂസ് ചെയ്യാം. ഞാൻ ഈ ഫോണിൻ്റെ ഷോർട്ട് വീഡിയോ ഇറക്കിയ സമയത്തുണ്ടല്ലോ, ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി, ഫോണിനകത്ത് ഇൻബിൽഡായിട്ട് റിംഗ് ലൈറ്റ് വന്നിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഫോണാണോ ഇത് എന്ന്. ശരിയാണ്, ഇത് ഒരു റിംഗ് ലൈറ്റ് തന്നെയാണ്. എന്നാൽ ഇതിനെ അവർ പറയുന്നത് ഒരു ഓറ ലൈറ്റ് എന്നാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് എത്ര ലൈറ്റാണ് വേണ്ടത് എന്ന് നമ്മൾക്കറിയില്ല. സോ ഒരു സ്റ്റുഡിയോയിൽ എടുത്ത പോലെയുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു ലൈറ്റ് നിങ്ങളെ സഹായിക്കും. ആൻഡ് വ്ളോഗിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും 50 മെഗാ പിക്സലാണ്. പ്ലസ് ഓട്ടോ ഫോക്കസ് ഉള്ള ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ്. അതായത് ബാക്ക് ക്യാമറയിൽ നമ്മളിങ്ങനെ കൈ എടുത്തു കൊണ്ടിരുമ്പോൾ കൈ ഫോക്കസ് ആവും, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും, ദൂരെ ആകുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആവും. ആ ഒരു സംഭവമില്ലേ, അത് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിലും കിട്ടും. ആ ഫോട്ടോസ് എന്തായാലും വിവോ ഫോൺസിൽ നമ്മൾക്കറിയാം നല്ല സെൽഫീസ് ആയിരിക്കും. വീഡിയോസിൽ പോലും
ഞാൻ സെൽഫീസ് കാണിച്ചു തരാം. ഇതൊക്കെ വിവോയിലെടുത്ത ഈ ഒരു സെൽഫിയാണ്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത സെൽഫീസാണ്. ഇതെല്ലാം അടിപൊളിയാണ്. എന്നാൽ പോലും വീഡിയോയിൽ നിങ്ങൾക്ക് 4K 60 FPS ഫ്രണ്ട് ക്യാമറയിലും എടുക്കാൻ പറ്റും. സോ ഒരു 4K വ്ളോഗൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും. വളരെ നല്ലൊരു ഔട്ട്പുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ഞാൻ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ പ്രോസസ്സർ എന്തേ പറയാഞ്ഞേ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായി. അതായത് പ്രോസസ്സർ ഭയങ്കര മോശമായിരിക്കും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന MediaTek Dimensity 8200 പ്രോസറാണ്. ഇത് ഒരു 4 നാനോമീറ്റർ പ്രോസറാണ്. ആൻഡ് AnTuTu സ്കോറൊക്കെ ഏകദേശം 9 ലക്ഷത്തോളമൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഡേ ടു ഡേ പെർഫോമൻസിൽ കിടലായിട്ടാണ്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലായാൽ പോലും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസിന് എൻഹാൻസ് ചെയ്യാനായിട്ട് വേറെയും, അതായത് പ്രോസർ മാത്രം പോരല്ലോ, കൂടുതലുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്തുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്. ഇവർ ഇതിനെ പറയുന്നത് അൾട്രാ ലാർജ് വേപ്പർ ചേമ്പർ ബയോണിക് കൂളിംഗ്. വേപ്പർ ചേമ്പർ കൂളിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും. ഹീറ്റിംഗ് കുറവായിരിക്കും എന്ന് മാത്രമല്ല ഇതിനകത്ത് LPDDR5 റാം ആണ്, UFS 3.1 സ്റ്റോറേജ് ആണ്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്, ഫാസ്റ്റ് ആയിട്ടുള്ള റാം, ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസർ, ഓവറോൾ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒരു ലോങ് ടേം യൂസിനായാൽ പോലും സ്ലോ ആക്കാതെ നിങ്ങളെ സ്മാർട്ട് ഫോൺ വെക്കാൻ സഹായിക്കും. കൂടാതെ ഇതിനകത്ത് എക്സ്റ്റൻഡഡ് റാം 2.0 ഉണ്ട്. സോ 8GB വരെ നിങ്ങൾക്ക് വിർച്വലി റാം കൂട്ടാനായിട്ട് പറ്റും. പ്ലസ് സ്ലിം ആയിട്ടുള്ള ഫോൺ ആയാൽ പോലും ഇതിനകത്ത് 4600 mAh എന്ന ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ആൻഡ് 120 Hz ഡിസ്പ്ലേ എന്ന് പറയുന്ന വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 4 നാനോമീറ്ററിൻ്റെ വളരെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസറാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് 1 ഡേ ഫുള്ളും ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്ന് മാത്രമല്ല ബോക്സിനകത്ത് 66 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് തന്നിട്ടുണ്ട്. സോ ആ ഒരു ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. മൊത്തത്തിൽ ബാറ്ററീൻ്റെ കാര്യത്തിൽ ഇത് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. കൂടാതെ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് IP റേറ്റിംഗ് വരുന്നുണ്ട്. IP54 റേറ്റിംഗ് ആണ്. ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ടെസ്റ്റിംഗ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ആൻഡ് ഫൈനലി ഇതിനകത്ത് FunTouchOS 13 ആണ് ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ളത്. അതായത് ചില ബ്ലോട്ട്വെയർസ് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണും. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഇട്ടിരിക്കുന്ന വാൾപേപ്പർ ഇല്ലേ, ഇത് ഒരു കൈനറ്റിക് വാൾപേപ്പർ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ദിവസം നടക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം ചെയ്യുന്നു എന്നനുസരിച്ച് ഈ ഒരു പൂ വിടർന്ന് വരുമെന്നാണ്. സോ ആ ഒരു കൺസെപ്റ്റ് കൊള്ളാം. അതായത് നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തു എന്ന് ജസ്റ്റ് സ്റ്റെപ്പ് എഴുതി കാണിക്കുക, അത് ആക്ച്വൽ വാൾപേപ്പറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ വിവോയുടെ V27 Pro മൊത്തത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മേടിക്കണോ വേണ്ടിയോ എന്നുള്ളതിൻ്റെ 7 കാരണങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ പ്രൈസിങ് ആക്ച്വലി ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല. പക്ഷേ എക്സ്പെക്റ്റഡ് പ്രൈസിങ് ഏകദേശം 35,000 to 40,000 rupees ആണ്. സോ ഒരു 35,000 to 40,000 rupees നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു പ്രൈസിനൊരു പ്രീമിയം വിവോ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വിവോ V27 Pro. ഇതിൻ്റെ പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പ്ലസ് കൂടുതൽ വിവോ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ടാഗിങ്ങിൽ ടാഗ് ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് അവിടെയും ചെക്ക് ചെയ്യാവുന്നതാണ്. പ്ലസ് വിവോയുടെ തന്നെ ഒരു കളർ ചേഞ്ചിങ് ബാക്ക് വെച്ചിട്ട് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയിരിക്കുന്ന വിവോ Y100 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ദിവസം ഇറങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. സോ നമ്മൾക്കിനി അവിടെ കാണാം.